Hi guys, Hi guys, welcome to yet another episode of Tiki Talka. This is me Isan and this is my co-host. Arshak. കുറച്ച് കാലമായിട്ട് ഇപ്പോ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3 weeks 4 weeks ആവാനായിണ്ടാവും. 4 weeks അല്ലേ 3 weeks പോഡ്കാസ്റ്റ് ആയിട്ട് ഇട്ടിട്ട് 3 weeks ആവാനായിണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതല്ലാതെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോഡ്കാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചായി. കുറച്ച് എന്താ പറയാ ഹെൽത്ത് കുറച്ച് ഒരു 1.5 ആഴ്ചയോളം വയ്യാണ്ട് കിടന്ന്. അപ്പൊ അതിന്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങള് ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയി വന്നത്. ഷോർട്സ് എടുക്കാൻ എനിക്ക് തോന്നുന്ന കുറച്ച് സമയം മതി. നമുക്ക് വേഗം വന്ന് ഷൂട്ട് ചെയ്ത് മറ്റേത് ഒന്ന് സൗണ്ട് കറക്റ്റ് ആവണം. തൊണ്ടവേദനൊക്കെ ആണെങ്കിൽ ചുമയതൊക്കെ വരുമ്പോ കുറച്ച് ചുമ ഉണ്ടായിരുന്നു. പനി മാറി എണീറ്റപ്പോ ചുമ ആയിരുന്നു പിന്നെ കുറച്ച്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് നെക്സ്റ്റ് വീക്ക് എടുക്കാനുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഫൈനലി നമ്മള് പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. പക്ഷെ അതിലുള്ള സന്തോഷം എന്താ വെച്ചാല് കുറെ ആൾക്കാര് വന്നിട്ട് ചോദിച്ചു, പുതിയ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. കുറെ ആൾക്കാര് ചോദിച്ചു, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ ചോദിച്ചു പുതിയ വീഡിയോ ഇല്ല, എന്താ ഇടാത്തത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇടാത്തത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടില്ലെങ്കിലും. അപ്പൊ അതൊരു എന്താ പറയാ, നമ്മളൊരു കണ്ടന്റ് ചെയ്യുമ്പോ അതിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ പോലെ തന്നെ ഞാൻ കാണുന്ന. അതിന് ഞാനത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ബോറടി ഞാൻ അനുഭവപ്പെട്ടത്, ഞാൻ ആ പനിച്ചു കിടന്നല്ലോ ഒരാഴ്ചയോളം ഓഫീസിൽ പോലും പോകാൻ പറ്റാതെ. ഒന്നെങ്കിൽ വയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിൽ കളിക്കാം, ഇത് ഫോണിലും കളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് തലവേദന, തീരെ ഫുൾ ബെഡ് റെസ്റ്റ്, ഓഫീസിലും പോകുന്നില്ല, ഒന്നും ചെയ്യാനില്ല. ബേസിക്കലി ഇങ്ങനെ നോക്കിയിരിക്കാന്നല്ലാതെ അവിടെ നോക്കിയിരിക്കുക ഇവിടെ നോക്കിയിരിക്കുക ഉറങ്ങാം, ഈ 3 കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ പനി വന്ന സമയത്താണ് ഞാൻ ആക്ച്വലി ബോറടി എന്നുള്ള ഒരു സാധനം ഞാൻ അനുഭവപ്പെടുന്നത്. അപ്പോഴാണ് പൊതുവെ നമുക്ക് ബോറടിക്കില്ല, ഫോൺ നോക്കി ബോറടിക്കില്ല. നമ്മള് ബോറടി മാറ്റാൻ എനിക്ക് ഫോൺ എടുക്കുന്നത്, ആ ഫോൺ നോക്കിയിട്ട് പിന്നെ ബോറടി വരും. അതായത് ഒന്നും നോക്കാനില്ല, എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫീഡിന്റെ ഒക്കെ ഒരു പ്രത്യേകത, കണ്ടന്റ് ഉള്ള വീഡിയോസ് പിന്നെ വന്നോണ്ടേയിരിക്കും. അതിന് സൊല്യൂഷൻ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് അങ്ങനെ സൊല്യൂഷൻ വേണ്ടാത്തൊരു സാധനമാണ് ബോർഡം എന്ന് പറയുന്നത്. ബോർഡം കുറെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ് ബോർഡം. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അത്. ബോർഡം എന്നുള്ള സാധനം നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്നോട് ചോദിക്കാണ് ലാസ്റ്റ് ആയിട്ട് എനിക്ക് ബോറടിച്ചപ്പോഴാ. എനിക്ക് കുറച്ചു കാലം ഞാൻ പറയണേ, അതായത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം നമ്മളെപ്പോഴും എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് ഒന്നാമത് നീ പറഞ്ഞ ഫോൺ അല്ലെങ്കിൽ ആ ഡിജിറ്റൽ വേൾഡിലാണ് നമ്മളെപ്പോഴും. അപ്പൊ അതിനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല. ബോറടി എന്ന് ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേറെ ഒന്ന് ഒബ്സർവ് ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനുള്ള ഒരു സമയം നമുക്ക് തീരെ കിട്ടുന്നില്ല. അപ്പൊ എവിടെയെങ്കിലും പോയിട്ട് പോസ്റ്റ് ആവുകയാണെങ്കിൽ വരെ ആദ്യം എടുക്കുന്ന ഫോണാണ്. ഇപ്പൊ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യൂല് പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ ചുറ്റുള്ള ആൾക്കാരെ നോക്കും, ആരൊക്കെ എന്തൊക്കെ ടൈപ്പ് ഓഫ് അറിയുന്ന ആൾക്കാർ അറിയുന്ന ആൾക്കാരെ നമ്മൾ കാണും, മറ്റേ നമ്മൾ കാണുന്നില്ല, നമ്മളെ സ്ക്രീനിൽ തന്നെ ആണല്ലോ എന്തൊക്കെ ടൈപ്പ് ആൾക്കാരെ ഡ്രസ്സ് ഇടണെന്ന്. അപ്പൊ നമ്മള് പല കാര്യങ്ങളും ശ്രദ്ധിക്കും. നമ്മളൊരു ക്യൂല് പോയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കില്ല. പക്ഷെ ഇന്നിപ്പോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. അത് ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. ഇപ്പൊ പണ്ട് ഫോണൊക്കെ ഇപ്പൊ ഞാൻ ചെറുതാൻ സമയത്ത് ഫോൺ എന്ന് പറഞ്ഞാൽ കീപാഡാണ്. ഇപ്പൊ ന്യൂ ആണെങ്കിലും ഇപ്പൊ ന്യൂ ജനറേഷൻ ആകുമ്പോൾ ഫുൾ ടച്ചും നെറ്റും ഒക്കെ അത്ര അവൈലബിൾ ആണ്. നമ്മൾ ആ സമയത്ത് എഡ്ജ് GPS ഒക്കെ ഭയങ്കര സ്ലോ ആണ്, ഇത്ര ഫാസ്റ്റ് അല്ല ഡിജിറ്റൽ വേൾഡ്. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ കുറച്ചും കൂടെ ഭയങ്കര നമ്മളെ ബോർഡത്തിന്റെ വേറൊരു സാധനം വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് എന്തെങ്കിലും ഓടിക്കളിക്കാനോ, തറവാടൊക്കെ ആണെങ്കിലും ഓടിക്കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവും. കറണ്ട് പോയി കഴിഞ്ഞാൽ ലോക്കാ, ഒരു മെയ്തിരിയോ എന്തെങ്കിലും കത്തിച്ച്, അല്ലെങ്കിൽ എമർജൻസി ഉണ്ടെങ്കിൽ ഇപ്പൊ ഗൾഫിൽ നിന്നുള്ള ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എമർജൻസി ഉണ്ടാവും. കറണ്ടിന്റെ ഒപ്പം തന്നെ കറണ്ട് പണ്ട് സമയത്ത് കറണ്ടിൽ വിളിച്ചു കഴിഞ്ഞാല് കുറെ സമയം എടുക്കും വരാനാണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്കാരാണെങ്കിലും എപ്പോഴും മറ്റേ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ ഇപ്പം കുറെയൊക്കെ പണ്ട് ലോഡ് ഷെഡിങ്, അതായത് ഒരു 8 മണി മുതൽ 9 മണി വരെ കറണ്ട് ഉണ്ടാവില്ല നമുക്ക് ഓൾറെഡി, അതായത് ഡെയിലി അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതില്ലല്ലോ. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു 8 ആവണതിന് മുന്നേ മൊത്തം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒന്നെങ്കിൽ മാഷന്റെ അവിടെ എല്ലാരും വന്നിരിക്കും, മേഖലയിൽ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഒരു സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ബോർഡ് മാറ്റാൻ വേണ്ടിട്ടുള്ള ഒരു ടൈം അല്ല. അതുകൊണ്ട് തന്നെ എല്ലാരും ഇട്ടും ഇപ്പൊ നമ്മള് ഇന്നിപ്പോ ഒരു തറവാട് സിസ്റ്റം ആണെങ്കിൽ വരെ എല്ലാരും റൂമിലിരിക്കും. അങ്ങനെ ഒരു ഒപ്പരം ഒന്നിച്ചു വരുന്ന ഒരു
അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ലല്ലോ. കറണ്ട് പോയാൽ പോലും മൊബൈലില് ലൈറ്റ് ഉണ്ടായതുകൊണ്ട് മൊബൈലിൽ കളിച്ചിരിക്കും. പിന്നെ കറണ്ട് ചാർജ് തീരണോ എന്നാലേ പിന്നെ നമ്മള് എണീക്കുള്ളൂ. അതാ പറയുന്ന ഇപ്പൊ പണ്ട് നമ്മള് മെഴുകുതിരിയാണ് വരെ അതില് ഷാഡോ പ്ലേ നടത്താ, മൃഗങ്ങളെ മാനുണ്ടാക്ക, ഡോഗിനെ അങ്ങനത്തെ കൊറേ. ഇന്ന് എനിക്കറിയില്ല ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ. എന്റെ പെങ്ങളെ കുട്ടികളൊന്നും ചിലപ്പോ കണ്ടിട്ട് അതെ, അല്ലാതെ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. അല്ല ഓരോ ബ്ലെയിം ചെയ്യാനല്ല, ഓരോ ജീവിക്കുന്ന എറാന്ന് വേറാണ്. നമുക്ക് രണ്ടും കിട്ടിയ ആൾക്കാരെ ഇൻവെർട്ടർ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കുറെ വീട്ടിലൊക്കെ ഇൻവെർട്ടറുണ്ട്. ആ സമയത്ത് തറവാടാകുമ്പോ ഇൻവെർട്ടർ ഒന്നും. അതെ ഞാൻ പറഞ്ഞ ഇൻവെർട്ടർ ഇല്ലെങ്കിലും ഇന്നിപ്പോ കറണ്ട് പോകുന്ന ചാൻസസ് കുറവാണ്. അതും ശരിയാ. പണ്ട് കറണ്ട് പോലെ കൂടുതലായിരുന്നു, ലോഡ് ഷെഡിങ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലല്ലോ. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ അത് നമ്മള് ജനിച്ചൊരു എറന്റെ ഭാഗ്യം കൂടാണ്. നമുക്ക് അതും കൂടെ അനുഭവിക്കാം, നമുക്ക് രണ്ടും അനുഭവിക്കാം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ചിലപ്പോ അത് വേണ്ടായിരിക്കും. അല്ല ഒരു ശരിക്കും പറഞ്ഞപ്പോ അത്ര നല്ലൊരു ഫെസിലിറ്റി ഡൗൺഗ്രേഡ് ചെയ്യാൻ ആരും ശ്രമിക്കും. അതെ, അപ്പൊ ഓർക്ക് അത് ഓക്കെയാണ്. ചിലപ്പോ നമ്മളെക്കാടും നമ്മൾ 90s ആണ്, ചിലപ്പോ 80s ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ചിലപ്പോൾ നൊസ്റ്റാൾജി പറയാനുണ്ടാവും. പണ്ടത്തെ തീരെ ഡിജിറ്റൽ ടച്ച് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. നമുക്ക് കീപാഡ് ഫോണെങ്കിലും ഞാൻ 8th പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഫോൺ കിട്ടുന്നത്. പണ്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഫോൺ തന്നെ ഉണ്ടാവില്ലല്ലോ. ഫോൺ എപ്പോഴാണ് കിട്ടിയിട്ട് ലാൻഡ് ലൈൻ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്ക സ്ഥലത്തെ ലാൻഡ് ലൈൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് STD യിലൊക്കെ പോയിട്ടാണ് മറ്റേ ഗൾഫിലൊക്കെ കോൾ ചെയ്യാ. മറ്റേ STD ബൂത്ത് സ്റ്റിൽ ഓർമ്മ STD ബൂത്ത് ഇല്ല. എനിക്കിപ്പോഴും ഓർമ്മ. നമ്മുടെ തറവാട്ടിന്റെ ഒരു മൊയ്തീൻകാന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പോയി, അതിന് തൊട്ടടുത്തൊരു STD ബൂത്ത് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെ പരപ്പിലൊക്കെ സ്കൂളിന്റെ മുന്നിലൊക്കെ അല്ലായിരുന്നു STD ബൂത്ത്. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. STD ബൂത്തേ അല്ലേ ഇപ്പൊ. എനിക്ക് സ്റ്റിൽ ഓർമ്മ ഉണ്ട്. ഞാന് 5th പഠിക്കുമ്പോഴാണ് ഉമ്മ കത്ത് എഴുതുമ്പോ എന്നോട് ചോദിക്കും എന്തേ പറയണോ ഉപ്പനോട് എന്ന്. അല്ല അത്ര ഏജ് ഉണ്ട്, അത്ര ഏജ് ഉണ്ടായിട്ടല്ല, ആ ഒരു ടൈം വരെ. കാരണം ഫോണ്, വാട്സ്ആപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വന്നത് സ്കൈപ്പ് അങ്ങനൊക്കെയാണ് ഫോണിൽ. അതായത് ഡിജിറ്റൽ വേൾഡ് കമ്പ്യൂട്ടറിലായിരുന്നു എന്റെ വീട്ടിൽ. മെയിലാണ്, നിംബസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. നിംബസിൽ കൂടെ ഫോൺ വിളിക്കാൻ പറ്റില്ല, ചാറ്റ് ചെയ്യാൻ പറ്റും. അല്ല നിംബസ് കോളും ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഉറപ്പില്ല, കാരണം എന്റെ പെങ്ങള് പറഞ്ഞ ഓർമ്മ ഉണ്ട് നിംബസിൽ ചാറ്റ് ചെയ്യണം. പിന്നെ സ്കൈപ്പ്, എന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ വാങ്ങിയപ്പോ സ്കൈപ്പായി. അപ്പോഴും ഫോണിൽ വീഡിയോ കോൾ പരിപാടി വന്നിട്ടില്ല. ഫോണ് കീപാഡ് യുഗം കഴിയാനാകുമ്പോഴാണ്, കീപാഡിൽ തന്നെയാണ് തോന്നുന്നു വീഡിയോ കോൾ വന്നത്. വീഡിയോ കോള് കീപാഡ് ആണോ അല്ല ഐഫോണോ? അല്ല ഐഫോണിലൊന്നല്ല, അല്ല ഐഫോൺ ആവാൻ ചാൻസ് ഇല്ല. അതിന്റെ മുന്നേ സ്മാർട്ട് ഫോൺ ഗാലക്സി വൈ അങ്ങനെ കുറെ ഫോണൊക്കെ ഇറങ്ങിയല്ലോ. ഞാൻ ഫസ്റ്റ് ആയിട്ട് ടച്ചില് എനിക്കൊന്നും ടച്ച് കിട്ടാൻ ലേറ്റ് ആയി ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ പരിചയത്തിൽ ആദ്യം ടച്ച് ഫോണുള്ള നമ്മളെ ഫാദർ ഇല്ലേ, നമ്മളെ ഫ്രണ്ട് പച്ച, ഓന്റെ മാത്രമേ ഉള്ളൂ ഗാലക്സി വൈ എന്ന് പറയുന്ന ഫോണ്. അപ്പൊ ട്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ ഓന്റെ ഫോണിൽ ഞാൻ ആംഗ്രി ബേർഡ്സ് കളിച്ചിരിക്കും. ആംഗ്രി ബേർഡ്സ് ടെസ്റ്റ് അതായത് ഓനക്ക് ഫോൺ ഉണ്ടാവില്ല, ഓന്റെ കൈമിൽ ഫോണേ ഉണ്ടാവില്ല, ഫുള്ള് ഞാൻ ആംഗ്രി ബേർഡ്സ് കളിച്ചിരിക്കലാണ്. ചില അമ്മക്ക് അത് ഭയങ്കര അന്ന് ഇപ്പൊ ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ അത്ര ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയി പോയി. കാരണം മൊബൈൽ ഒരു PUBG ഒക്കെ കണ്ടില്ല, PUBG ഒക്കെ അത്രയും ഓൾമോസ്റ്റ് എന്റെ ഒരു അഭിപ്രായത്തില് കൺസോളിന്റെ ഒക്കെ ലെവലിലുള്ള ഗ്രാഫിക്സ്. മൊബൈലില് കുറച്ച് ഗ്രാഫിക്സ് ഉള്ള ഒരു ഫുട്ബോൾ ഗെയിം കളിക്കുന്നത് FIFA 14. അപ്പോ നഗാഷ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു നഗാഷിന് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈ സാധനത്തിന്റെ ടെക്നിക്കൽ സാധനങ്ങളൊക്കെ അറിയാം. ഓനാ ഫസ്റ്റ് FIFA ഡൗൺലോഡ് ചെയ്യണേ. അപ്പൊ എന്റെ അതില് ഇത് വലിയ ഒന്നുമില്ല, എനിക്ക് തോന്നണേ 10 ആ റേഞ്ച് ഇട്ടായിരിക്കും. എന്നിട്ട് ഒന്നേ +1 അല്ലെങ്കിൽ അപ്പൊ +1 ആയിരിക്കും, +1 ആണോ തോന്നുന്നത്. അപ്പോ നമ്മൾ +1 ആ ഫോൺ കിട്ടണ പറയുമ്പോ ടച്ച് ഫോൺ കിട്ടണത് +10 പാസ്സായതിന്റെ ഒരു സാധനമാണ്. അപ്പോ മോബോജീനി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൽ കയറിയിട്ട് FIFA 14 ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചെയ്താൽ പോരാ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അൺലോക്ക് ആവില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നെറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ, അന്ന് എനിക്ക് ആ സാധനം അറിയില്ല. എന്നിട്ട് ഇപ്പൊ വീട്ടിൽ പോയിട്ട് ഇവരെ കൊണ്ടാണ് ജയിപ്പിക്കുന്നത്. അന്നാണ് ഞാൻ പറയണേ ഒരു നല്ലൊരു FIFA അല്ലെങ്കിൽ അടിപൊളി ഗ്രാഫിക്സില് അത് നമുക്ക് എന്തോ സംഭവിച്ചു. പക്ഷെ ഇപ്പൊ ഇന്ന് പെസ് നോക്കി കഴിഞ്ഞാൽ പെസിന്റെ ഒക്കെ അത്ര അടിപൊളി ഗ്രാഫിക്സ് ആയി. ടെക്നോളജിക്കലി ഇങ്ങനെ ഡെവലപ്പ് ആയി വരുന്നോണ്ട് തന്നെ ബോർഡം കുറയ്ക്കാനുള്ള ഒരു വേ ആവുണ്ടെങ്കിൽ പോലും ഗെയിമില് ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ തരത്താണല്ലോ. അതായത് കളിക്കൽ കൂടി കഴിഞ്ഞാൽ കളിക്കുന്ന ടൈം കൂടിയാൽ പറയും ഇനി കളിക്കാൻ ഇത്ര ടൈം കഴിഞ്ഞിട്ടേ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. 2 hours ആയി, അവയർനെസ് വേണം, സോഷ്യലി അവയർ ആവണം എന്നുള്ളത്. അപ്പൊ ആ ലെവൽ ഓഫ് ടെക്നോളജി, ആൾക്കാരെ ടെക്നോളജിയിൽ ട്രാപ്ഡ് ആണ് ഇപ്പൊ. പറയുമ്പോ നമ്മൾ ഇൻക്ലൂഡിങ് അസ്. അതിനൊരു സാധനം ഞാൻ പറഞ്ഞത്, ട്രാപ്ഡ് ആണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും നമുക്ക് ബോറടിക്കും. ഞാൻ പൊതുവെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറടിക്കുമ്പോ ഒന്ന് സീരീസുകൾ കാണാം അല്ലെങ്കിൽ മൂവീസ് കാണാം. പക്ഷെ അതും നമുക്കൊരു
ഒരു സ്ട്രെച്ചിലൊന്നും കണ്ടു തീർക്കാൻ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് വെറുക്കും, കണക്ഷൻ പോകും. മൂവിയൊക്കെ കാണുമ്പോൾ കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല, എന്തോ കുറച്ച് കഴിഞ്ഞാൽ എന്തേന്നുള്ള കണക്ഷൻ പോകും. സീരീസ് ഒക്കെ കാണുമ്പോൾ പൊതുവെ. അപ്പൊ ഇന്നിപ്പോ അതേപോലെ ഡെക്സ്റ്റർ ഇങ്ങനെ കണ്ട് എനിക്ക് ഭയങ്കര അടിപൊളി സീരീസ്, ഞാൻ ഫുള്ളും കണ്ടില്ല. അപ്പൊ ഞാനിപ്പോ കണ്ട് 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോ വിഷയമായി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, അപ്പൊ ഉമ്മയും പോയി. അപ്പൊ ഞാൻ എന്താക്കി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ കുറച്ച് തേങ്ങ ഒക്കെ ഉണ്ട്. നേരെ പോയി പൊങ്ങ് ഉള്ള തേങ്ങ ഉണ്ട്. അപ്പൊ ഞാൻ പൊങ്ങ് പൊളിക്കാന്നുള്ള മൈൻഡ് സെറ്റില് പൊങ്ങ് പൊളിച്ച്, അതേപോലെ തന്നെ കുറച്ച് തേങ്ങയുണ്ട്. അപ്പൊ തേങ്ങ പൊളിച്ചപ്പോ ഉമ്മക്ക് സന്തോഷമായി. 4-5 തേങ്ങ പൊളിച്ചപ്പോ ഉമ്മ പറഞ്ഞ് തേങ്ങ പൊളിച്ചല്ലോ എന്നുള്ള. ഉമ്മ ഇല്ല, അപ്പൊ ഉമ്മ പുറത്ത്, ഞാൻ പൊളിച്ച് വെച്ചിട്ട് ഉമ്മ വരുമ്പോഴാ കാണണേ. അപ്പൊ ഞാന് പൊങ്ങ് പൊളിച്ചപ്പോ ഞാൻ വെളിച്ചെണ്ണ ഒന്ന് സെറ്റ് ആക്കിയാലോ എന്നുള്ള സാധനത്തില് അപ്പൊ തന്നെ യൂട്യൂബിൽ കയറി വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കാടിച്ചു. നേരത്തെ ഇതെടുത്ത് ഓൾറെഡി പൊങ്ങിന്റെ ചില പൊങ്ങോണ്ട് ഉണ്ടാക്കണ്ട, നോർമൽ തേങ്ങ വെച്ചു. നോർമൽ തേങ്ങ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതലുണ്ടാവും, അപ്പൊ കുറെ ടൈം എടുക്കും. അപ്പോ ഈ പൊങ്ങാവുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പോയിണ്ടാവും, എത്തതൊക്കെ വെള്ളമൊക്കെ പോയിണ്ടാവും. അപ്പോ കുറച്ചും കൂടെ കട്ടി കുറവായി. അപ്പൊ ഞാൻ എന്താക്കി അതിന്റെ തേങ്ങ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച്, എന്നിട്ട് ഫുള്ളും ഒരു 2-3 പൊങ്ങ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ അതിന് വെച്ചിട്ട് എന്താക്കി ഞാൻ ഗ്രാം എത്ര ml എന്നൊക്കെ അറിഞ്ഞ്, ഒരു 60-70 ml ആണ് ഒരു 2-3 തേങ്ങ കിട്ടിയത്. ഫുള്ള് അടിച്ചപ്പോ ഞാൻ പറയാം, അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ ഡിജിറ്റൽ വേൾഡ് ഉണ്ടെങ്കിൽ പോലും ബോറടിക്കുക പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു എന്താ എങ്ങനെ കണ്ടിരിക്കുന്ന സാധനം വരും. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നീ ബേക്ക് ചെയ്യും അത്യാവശ്യം, ഞാൻ കുക്കും ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളോട് ഞാൻ നോക്കും. പക്ഷെ ഉമ്മക്ക് ചൂടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കുക്ക് ചെയ്ത് എത്ര വൃത്തിയാക്കിയാലും ഓരോ വൃത്തിയാക്കണ ആ ഒരു കംഫർട്ടബിൾ ഒരിക്കാവില്ല. അതല്ല 100 വിളിയും വിളിക്കും, അത് വിളിക്കും. അതെ. അപ്പൊ ഇതിപ്പോ ഒന്നുമില്ല കേട്ടോ, ഭയങ്കര സിമ്പിള്. ജസ്റ്റ് ജ്യൂസ് അടിച്ചിട്ട് നേരെ ചീനച്ചട്ടി വെക്കുക, ഇങ്ങനെ ഇളക്കി വെളിച്ചെണ്ണാവും. അത് സംഭവം ഒരു പറയണ്ട എടുത്ത് വെച്ചിട്ട് പാല് മാത്രം. എനിക്ക് കുറെ നേരം എടുത്തേക്കാനൊന്നും നടക്കൂല, ബോറടിച്ചിട്ടാ ചെയ്യണത്. പിന്നെ ഇനിയിപ്പോ 1/2 മണിക്കൂർ എടുത്ത് വെച്ചിട്ട് പിന്നെയും ചെയ്യാൻ നടക്കൂലല്ലോ. ഞാൻ അങ്ങനത്തെ റവയിളറിഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോ കുറച്ച് വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കും, ഓവറല്ല. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഞാൻ ഒരു മൂടി വെച്ച് കവർ ചെയ്ത് ഇങ്ങനെ ആക്കി. പക്ഷെ ആ ഓയിൽ കിട്ടിയപ്പോ അപ്പൊ നമ്മള് ഈ പൊതുവെ റോട്ടിൽ കൂടെ പോകുമ്പോ ഈ മില്ലിന്റെ അടുത്ത് പോകുമ്പോ നല്ലൊരു തേങ്ങ ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ഉമ്മ കയറി വരുമ്പോ, ഉമ്മ കഴിഞ്ഞിട്ട് പെങ്ങളായിട്ട് കയറി വരുമ്പോ മണക്കണ്, വെളിച്ചെണ്ണ മണക്കുണ്ടല്ലോ. ഉമ്മ പറഞ്ഞ ഇതൊക്കെ നമ്മള് പണ്ട് കൊറേ ഉണ്ടാക്കിയതാണ് ഇത്. അല്ല, കാരണം എന്റെ ഓർമ്മയില് പോലും നമ്മള് ഉണ്ടാക്കില്ല. ആകെ എന്റെ ഓർമ്മയില് ഓരോ സാധനം ഉള്ളത്, ഒന്ന് അമ്മിയിൽ അരിക്കുന്ന സാധനം, പിന്നെ മറ്റേ കുത്തണ സാധനം വേണ്ടേ തറവാട്ടിലായതുകൊണ്ട് ഒലക്കനോണ്ട് കുത്തണ മറ്റേ അരിയൊക്കെ കുത്തണ. പക്ഷെ അതും ഓരുണ്ടാക്കണ ഞാൻ കണ്ട്. അതന്നെ, ഞാനൊന്നും യൂസ് ചെയ്യുന്ന കണ്ടില്ല. പക്ഷെ യൂസ് ചെയ്യണത് കണ്ടിട്ടില്ല. നമ്മള് പിന്നെ ചെറുതിലേക്ക് മാറി എല്ലാരും ചെറിയ സാധനത്തിലാ കുത്ത. നീ പൊതുവെ ബോട്ടം വരുമ്പോ എന്താ ചെയ്യാ? ബോട്ടപ്പോ ഒരാഴ്ച വന്നിട്ട് എന്തൊക്കെ ഒരാഴ്ച വന്നപ്പോ എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. ഫിസിക്കലി എനിക്ക് വേറെ ചെയ്യാനുള്ള കണ്ടീഷനിലല്ല ഞാൻ. എനിക്ക് ബെഡ് റെസ്റ്റ് എന്നുള്ള ഒറ്റ സ്വപ്നം കണ്ടത്. കാരണം എനിക്ക് കണ്ണിന് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര റീഡർ അല്ല, വളരെ ഒക്കേഷണലി വായിക്കുന്ന ഒരാളാണ്. പിന്നെ അല്ലെങ്കിൽ ഫോണിൽ തന്നെ കളിക്കല്, അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ സിനിമ കാണാ, അല്ലെങ്കിൽ സീരീസ് കാണാ. ഇതിനൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലാകുമ്പോ എന്ത് ഉറങ്ങാ, അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ഉറങ്ങാ. എനിക്ക് ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല. ഞാൻ മാക്സിമം ഉറങ്ങി തീർത്ത്. അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ചെറുങ്ങനൊക്കെ നമുക്ക് ബോറടിക്കും. അല്ലാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ നീ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാന്ന് വിചാരിക്കും. അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സേവ്ഡിൽ ഫോൾഡർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. റെസിപ്പി അല്ലെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റംസ്. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ പോയി തിന്നണം എന്നുള്ള ഐറ്റം അല്ല, ഉണ്ടാക്കണം എന്നുള്ള ഒരു ഫോൾഡർ. എന്നിട്ട് അതിനകത്ത് ഓരോ സാധനങ്ങൾ എടുത്തിടും. എന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഇതേപോലെ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് വളരെ റയറാണ്. അങ്ങനെ ബോറടിക്കൽ ഇല്ല. ബോറടിക്കുമ്പോ ഒന്നാമത് നമ്മൾ ഇൻസ്റ്റാഗ്രാമാണ് യൂസ് ചെയ്യാം. ഞാനിത് പറഞ്ഞപ്പോ ഞാന് ഒരു കൊച്ചിയിലൊരു എക്സാം എഴുതാൻ പോയിരുന്നു. ഷാദല്ലേ, ഷാദ് ആ സമയത്ത് കുസാറ്റിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവന്റെ ഹോസ്റ്റലിൽ പോയിട്ടാ നിന്ന്. ഞാനും അതും കൂടെ പോയത്. എനിക്ക് ഓർമ്മ ഞാനൊരു ഡിസൈനിങ്ങിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ, ഇമേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടത്തേക്ക് ഒരു എക്സാം ആണ്. അപ്പൊ എക്സാം എഴുതാൻ ഞാൻ പോയി. അപ്പൊ ഞാൻ വലിയ കഥ ഒന്നല്ല, ഞാനിങ്ങനെ പോകുമ്പോ അവന്റെ ഹോസ്റ്റലിലാണ് നിന്നത്. അവന്റെ ഹോസ്റ്റലിൽ വേറെ റൂംമേറ്റ്സ് ഒന്നും ഇല്ല, എല്ലാവരും നാട്ടിൽ പോയത്. അങ്ങനെ എന്തോ സീനാണ്. അപ്പൊ ഞാനതും അവന്റെ റൂമിലാണ് നിന്നത്. അപ്പൊ ഈ ഹോസ്റ്റലിലേക്ക്, കുസാറ്റിന്റെ ഹോസ്റ്റലിലേക്ക് കയറുന്ന അവിടെ സ്റ്റെയർ കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ഒരു കോട്ട് ചെക്കന്മാര് എഴുതി വെച്ചിട്ടുണ്ട്, പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ടൈം യു എൻജോയ് ബീങ് വേസ്റ്റഡ് ഇസ് നോട്ട് ആക്ച്വലി വേസ്റ്റഡ് ടൈം. അതായത് നമ്മളിപ്പോ ബോറടിച്ചിരിക്കുമ്പോ നമ്മൾ എന്തെങ്കിലും എൻജോയ്
എന്തെങ്കിലും നമ്മളിപ്പോ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബോർഡ് ടൈം അല്ല, നമ്മളെ എൻജോയ്മെന്റ് ആണല്ലോ. വേസ്റ്റ് അല്ല, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ല നമ്മളെല്ലാം ചെയ്യുന്നത്. ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതായത് വേസ്റ്റ് ആവുന്ന സമയം നമ്മൾ എന്തെങ്കിലും എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമ്മളത് എന്റർടൈൻഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളത് എൻജോയ്മെന്റ് നമ്മൾ ആസ്വദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് ഗുഡ് ആണ് എന്നുള്ളത്. അതൊരു വേസ്റ്റഡ് ടൈം അല്ല, അതൊരു പ്രൊഡക്റ്റീവ് ടൈം ആണെന്നാ പറയുന്നത്. അപ്പൊ എനിക്കത് ഞാൻ അന്ന് ഫോട്ടോ എടുത്ത് വെച്ചു, എന്റെ ഗൂഗിൾ ഫോട്ടോസിൽ ഉണ്ടാവും ചിലപ്പോ. ഞാൻ അന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ഞാൻ ആ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ സിറ്റുവേഷൻസ് വളരെ റയർ ആണ് ഇപ്പത്തെ ഈ ടെക്നോളജി അറിയില്ല. കാരണം ഞാൻ ഓൾറെഡി നമ്മളെ ഫ്രണ്ട് എനിക്കറിയാലോ ഹാഫിസിനെ, ഞാൻ ഹാഫിസിന്റെ നമ്മളിങ്ങനെ കോൺവെർസേഷന്റെ നമ്മളെ ബേസിക് കോൺവെർസേഷൻ എപ്പോഴും സിനിമ തന്നെ ആയിരിക്കും. അപ്പൊ ഈ സിനിമ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ബുക്സിനെ പറ്റിയൊക്കെ റെഫറൻസ് വരുമ്പോൾ ഞാൻ അവനോട് എപ്പോഴും പറയും എനിക്ക് ബുക്ക് താന്ന്. അവൻ തരും ചെയ്യും. ഇപ്പൊ കുറെ തന്നിട്ട് ബുക്കൊക്കെ കുറെ തരും. ഇപ്പൊ ഈ അടുത്ത് എനിക്ക് കാലിദോസേനിന്റെ കൈറ്റ് റണ്ണർ തന്നിട്ട് ഞാൻ അത് അങ്ങനെ തന്നെ, അതായത് ഞാൻ ഒരു പ്രാവശ്യം ഓഫീസിൽ കൊണ്ടുപോയി നോക്കി, പക്ഷെ കൈറ്റ് റണ്ണർ കുറച്ചൊരു കോൺസെൻട്രേഷനിൽ വായിക്കേണ്ട സാധനമായിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പൊ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ കുറെ ബുക്സ് ഓഫീസിന്റെ നിന്ന് വാങ്ങി തന്നെ കുറെ ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്, കുറെ ബുക്സ് അല്ലാതെ തന്നെ കുറെ ബുക്സ് വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ബോറടിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ആക്ച്വലി ബോറടിക്കുമ്പോ ചെയ്യേണ്ട സാധനമല്ല വായന. അത് പക്ഷെ ഞാന് അങ്ങനല്ല, എനിക്ക് ബോറടിക്കുമ്പോ ചെയ്താൽ മതി എന്നുള്ളതല്ലാണ്. അപ്പൊ ആ ബുക്സ് അങ്ങനെ തന്നെ ഉണ്ട്. അതല്ലാതെ പ്രൊഡക്റ്റീവ് ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ആക്ച്വലി ചെയ്യലില്ല, ചെയ്യാൻ ശ്രമിക്കലുമില്ല. കുക്കിംഗ് തന്നെയാണ് ബോറടിക്കുമ്പോ ചെയ്യാൻ ശ്രമിക്കല്. അത് ഞാൻ പറഞ്ഞ ബോറടിക്കല് റയറാണ്. അപ്പൊ ആ റയർ സമയത്ത് ആകെ ചെയ്യാൻ ശ്രമിക്കല് കുക്കിംഗ് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ചെയ്യലില്ല. ഇതില് ഏറ്റവും ഞാൻ പറഞ്ഞപ്പോ ഞാൻ വീട്ടിലായതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും, അടുത്തേക്ക് പോവാ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടൊരു മറ്റേത് ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സമയത്താണെങ്കിലും നമ്മള് ചില്ലാക്കാൻ വേണ്ടി പോണല്ലോ, ജോബ് ഒന്നും ആയിട്ട് പോലല്ലോ. ഞാൻ ആദ്യമായിട്ടൊരു സ്ഥലം വിട്ട് ഒരു നമ്മൾ പറഞ്ഞതായിട്ട് നിക്കണ പോലെ നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് പോണ സമയത്താണ്. പാലക്കാട്ടിലൊക്കെ ആദ്യം പോയ സമയത്ത് എന്താ സീൻ വെച്ച് കഴിഞ്ഞാല് ഞാൻ മാത്രമുള്ള അവിടെ നെയിൽ സ്റ്റാഫായിട്ട് പുറത്തുനിന്ന് വരുന്ന ഒരാൾ. ബാക്കിയുള്ളവര് കുറച്ച് വയസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 വയസ്സായ ആളല്ല, ഇന്നെങ്ങാണ്ട് എൽഡർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ അവരൊക്കെ വീടാണെങ്കിലും അടുത്താണ്, വെച്ചാറുണ്ട്, വീട് അടുത്താണ്. അപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഒരു റൂമിൽ നിൽക്കണേ. അപ്പൊ അതിന്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒന്നാമത് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ഒക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് അവിടുത്തെ ഷോപ്പുകളൊക്കെ കിട്ടും. അപ്പൊ ഫസ്റ്റ് ദിവസം ഞാൻ പോയ സമയത്ത് ഞാന് ജോലി കഴിഞ്ഞ് ഞാൻ വിചാരിക്കാം നമ്മളവിടെ നാട്ടിലത്തെ പോലെ ഫ്രഷ് ഒക്കെ 8 മണിക്ക് ഇറങ്ങാം. ഞാൻ റൂമിലേക്ക് കയറുമ്പോ ഫുള്ളും ഓണായിരുന്നു എല്ലാ സിറ്റി. കാരണം ഞാൻ നിൽക്കണ സിറ്റിയാ സുൽത്താൻപേട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു സിറ്റിയാണ്. ഞാൻ 8 മണി കഴിഞ്ഞ് കുളിച്ച് പുറത്തിറങ്ങിയപ്പോ ഷോപ്പൊന്നും കാണില്ല. കുറെ നടന്ന് ഷോപ്പൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അതിന് ശേഷം അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അവിടെ ഒരു പാർക്ക് ഉണ്ട്, പാർക്കിൽ ആരും ഉണ്ടാവില്ല, നമുക്ക് പോയിരിക്കുക. ഞാൻ ഒന്നാമത് പുതിയൊരു സിറ്റിയാണ്, എനിക്ക് പരിചയമുള്ള ആൾക്കാർ, ഈവൻ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ പോലും ആയിട്ട് ഞാൻ പരിചയമായിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ ബോർഡ് എനിക്ക് അടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ സ്ഥലമാകുമ്പോൾ നമുക്ക് ഭയങ്കര ഡീപ്പ് സൈലൻസ് ഒക്കെ ഫീൽ ചെയ്യും. എനിക്ക് ആ റൂമിൽ കയറി ഫാന് തിരിയണ, ഫോൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ കണക്റ്റഡ് ആവാത്തോണ്ടുള്ള ഒരു വിഷയമുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 3 മാസം ബോറടിക്കുമ്പോൾ ചെയ്യണ കാര്യം എന്താ പറയുക, സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യും. സൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ വിഷയം എന്താ വെച്ചാൽ ഇപ്പൊ ബ്രോസ്റ്റ് ആക്കി തിന്നാൻ മൂതി ഉണ്ടാവും. അപ്പൊ 2 പീസ് 3 പീസ് ഉണ്ടാവില്ല. അപ്പോൾ KFC തിന്നാൻ മൂതി കഴിഞ്ഞാൽ KFCന്റെ ഒരു 6 പീസ് 7 പീസിന്റെ ആയിരിക്കും ഓർഡർ ചെയ്യും. ഞാനൊരു 3 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 8 കിലോ കൂടി ഉണ്ടാവും. പൈസ ഞാൻ നോക്കിയ സമയത്ത് ഒരു 8000. പിന്നെ ഞാൻ അവിടുന്ന് ഓൾറെഡി മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു 3 മാസം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ജിമ്മില് പോയിട്ടുണ്ടെങ്കിൽ പോലും ജിമ്മ് നമുക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമല്ല ജിമ്മ്. അപ്പൊ നീ പോലെ അങ്ങനെ പോണേനും ജിമ്മിന്. അപ്പൊ ജിമ്മ് ചിലപ്പോ ക്യാൻസൽ ആക്കും ആ ഒരു മൈൻഡ്. പക്ഷെ എന്താക്കും, നേരെ വരും ഫുഡ് അടിക്കും, നേരെ വരും. ബോറടിക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഒരു 8 മണി 9 മണി 10 മണിക്ക് ആയി കഴിഞ്ഞാല് വിശക്കാൻ തുടങ്ങും. എങ്ങനെ വിശക്കണമെന്ന് അറിയില്ല, വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം, 2 സ്വൈപ്പ് ചെയ്യും, എന്തെങ്കിലും ഓർഡർ ദിവസം തന്നെ. അപ്പൊ എനിക്ക് 3 മാസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് വിഷയമാണ്. അപ്പൊ ഞാൻ കുറെ ഒക്കെ കൺട്രോൾ ചെയ്തു. ഭാഗ്യത്തിന് ഒരു അരമാസം കൂടെ കഴിഞ്ഞപ്പോ പുതിയ അക്കൗണ്ടിന്റെ റൂമിലേക്ക് ഒരുത്തനും കൂടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് ബോറടിച്ചിട്ടാണ് ഫുഡ് അടിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്
പിന്നെ അതിനുശേഷം എന്താ ഒരു 8 9 ആകുമ്പോൾ വർത്താനം പറയും, പുറത്തിറങ്ങി അടുക്കൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ ബോൾ ഞാൻ പറഞ്ഞ പല രീതി വീട്ടിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉള്ളത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പൊ ഞാനിപ്പോ ഫുഡാണ്, ചില ആൾക്കാർ വേറെ എന്തിനേക്ക് പോവാ. അങ്ങനെ പോകുമ്പോ ഉള്ള സീൻ അതാണ്. വേറെ സ്ഥലത്ത് പോയിട്ട് ബോർഡം ഫീൽ ചെയ്യുമ്പോ ചിലപ്പോ ചെയ്യാൻ വേറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ദുബായി പോയിട്ടല്ലോ, അപ്പൊ എങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ദുബായ് പോകുമ്പോ ഉള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്. ദുബായില് ഇതേമാതിരി ഒന്നാമത് എല്ലാരും ഞാൻ ജോബ് ഹണ്ടിങ്ങിന് പോയതായിരുന്നല്ലോ. അപ്പൊ എനിക്ക് എന്തായാലും പകല് ഫുള്ള് ഫ്രീ ആണ്. പക്ഷെ പകല് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മള് പോയത് ജോബ് ഹണ്ടിങ്ങിന് ആയതുകൊണ്ട് ആ പേർപ്പസ് എന്തായാലും ഉണ്ടാവും. ഒന്നെങ്കിൽ നമ്മള് പുറത്തിറങ്ങും, അതായത് നമ്മളെ ആവശ്യങ്ങൾക്കായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ തന്നെ ഇരുന്നിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ എല്ലാരും വരുന്നത് ഒരു മഗ്രിബ് ആ സമയത്താണ് എല്ലാരും എത്താം. അപ്പോ മഗ്രിബ് എല്ലാരും എത്തും, എല്ലാരായിട്ട് കുറച്ച് വർത്താനം പറയും. പിന്നെ എല്ലാരും എല്ലാവരുടെ രീതിയിൽ ബിസി ആവും. അതായത് എല്ലാവർക്കും വീട്ടിലേക്ക് വിളിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വാഷ് ചെയ്യാനുണ്ടാവും ഡ്രസ്സ്, അല്ലെങ്കിൽ കുക്ക് ചെയ്യാനുണ്ടാവും. ഞാൻ നിന്നത് ഒരു ഫ്ലാറ്റിൽ, ഒരു 3 BHK ഫ്ലാറ്റാ, ഒരു 20 ആൾക്കാരുള്ള ഫ്ലാറ്റിലാണ് നിന്നത്. അതിൽ 16 ആൾക്കാരായിട്ട് ഭയങ്കര കണക്റ്റഡാ. അതായത് ഒരു 4 ആൾക്കാർ ആക്ച്വലി ഒരു വേറെ തന്നെ റൂം എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. അതിനകത്ത് അവർക്ക് ഭയങ്കര പ്രൈവസി വേണ്ട ആൾക്കാരാ. അപ്പൊ ഓരെപ്പോഴും അതിനകത്തായിരിക്കും. ബാക്കിയുള്ള എല്ലാവരും, അതായത് ഞാൻ പോകുന്നവരെ 2 റൂം ആക്ച്വലി എന്റെ റൂമിലുള്ള ഒരു 10, ഞാൻ നിൽക്കുന്ന റൂമിൽ 10 ആളും തൊട്ടടുത്ത റൂമിൽ 6 ആൾക്കാരുമാണ്. അപ്പോ ഈ 10 ആൾക്കാർ ഈ 10 ആൾക്കാർ മാത്രമായിട്ട് ഒരു കണക്ഷനേ ഉള്ളൂ. ഈ 6 ആൾക്കാർ ഈ 6 ആൾക്കാരായിട്ട് കണക്ഷനേ ഉള്ളൂ. അപ്പൊ ഞാൻ പോകുന്ന വേൾഡ് കപ്പിന്റെ സമയത്താ. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഒരു ഹാളിൽ TV വാങ്ങി വെച്ചിരുന്നു ഈ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം ഞാനും കൂടെ എത്തിയതിന്റെ ശേഷം എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആയി. ഈ 16 ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സിങ്കായി. അതായത് പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ടാവല്ലോ ബാച്ചിലേഴ്സ് റൂം എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ പല ഏജിലുള്ള ആൾക്കാരുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള കണ്ണഞ്ചേരിയുള്ള ആൾക്കാരുണ്ട്. അപ്പോ എല്ലാരായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. പറഞ്ഞ മാതിരി ഈ സമയമാകുമ്പോ എല്ലാരും ബിസി ആവും. ഈ ഒരു മഗ്രിബ് കഴിഞ്ഞ് എല്ലാരും ഒന്ന് ഫ്രീ ആയ ഒരു 7 ആകുമ്പോഴത്തേക്ക് എല്ലാരും ബിസി ആവും. പിന്നെ കിട്ടൂല. കാരണം ആരും ബ്ലെയിം ചെയ്യാനല്ല, കാരണം ഓരോ വർക്ക് കഴിഞ്ഞ് വന്നാൽ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടാവും. അപ്പൊ ഞാൻ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്ന പണി കാരണം എന്റെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു പാർക്ക് ഉണ്ട്. ആ പാർക്കിൽ കുട്ടികൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവുള്ളൂ, അല്ലാതെ വലിയ ഫ്ലഡ് ലൈറ്റ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇന്റർലോക്ക് ഇട്ട പാർക്കാണ്, അല്ലാതെ ഗ്രാസ് ഒന്നും അല്ല. ഗ്രാസ് സൈഡിൽ ലോണ ചെറുങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ പോകും. ഞാൻ എന്താക്കും, കാർത്തിക് സൂര്യന്റെ പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ, ഇന്റർലക്സ് പോഡ്കാസ്റ്റ്, ഞാൻ അതിന്റെ ഓരോ എപ്പിസോഡ് റൂമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. വൈഫൈ ആണല്ലോ, ഇന്റർനെറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ. അപ്പൊ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യും, ഓരോ എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്യും. ഞാൻ പാർക്കിൽ പോയിട്ട് ഹെഡ്സെറ്റ് ഇട്ടിട്ട്, അതായത് ഇവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒബ്സർവും ചെയ്യും, അതുപോലെ തന്നെ അത് കേൾക്കും ചെയ്യും. അത് പറയുമ്പോ തന്നെ ആ സമയത്ത് അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച ഞാൻ ഡെയിലി കാണും. അതായത് ആ പൂച്ച പറഞ്ഞാൽ സാധാരണ പൂച്ചകളെ നമ്മളായിട്ട് സെറ്റ് ആവില്ലല്ലോ. പൂച്ച കുറച്ച് പണിയുള്ള, ഇനിയിപ്പോ എന്ത് കൊടുത്താലും അങ്ങനെ ടൈം എടുക്കണ. പക്ഷെ ഈ പൂച്ച എല്ലാരുടെ അടുത്തും പോകും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് ദിവസം വന്നപ്പോ എന്റെ അടുത്തേക്കൊക്കെ വന്ന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ. ഞാൻ കുറെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കിയൊക്കെ ഇരുന്ന് ഞാൻ ഇങ്ങനെ തടവാനൊക്കെ തുടങ്ങി. സെക്കൻഡ് ഡേ എന്റെ മേത്തേക്ക് ചാടി, അതായത് താഴത്തുനിന്ന് മേലേക്ക് ചാടി എന്റെ സീറ്റിൽ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അടുത്തൊക്കെ ഇരിക്കും. ഞാൻ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ടാർസൻ എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ഇട്ടിന് ആ സമയത്ത്. അപ്പൊ ആ പൂച്ചനായിട്ട് ഭയങ്കര സിങ്കായി. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ഒരു കണക്ഷൻ. അതായത് ഞാൻ അവിടുന്ന് റൂമിൽ നിന്നും ഞാനൊരു 3 മാസം കഴിഞ്ഞപ്പോ, അല്ല 4 മാസം കഴിഞ്ഞപ്പോ, ഞാൻ ആക്ച്വലി എന്റെ ഉമ്മന്റെ അനിയത്തിന്റെ മോളുണ്ട് നൗറി. അപ്പൊ ഓരോ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോ എനിക്ക് ആക്ച്വലി റൂമിലുള്ള ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം എനിക്ക് ആ പൂച്ച പോയാലും സങ്കടമുണ്ട്. അതായത് ആര് ഒന്നും പറയാനില്ലാത്തപ്പോ നമ്മളെ കമ്പാനിയൻസ് അതൊക്കെ ആയിരിക്കാം. അപ്പൊ എനിക്ക് ആ പൂച്ചനായിട്ട് ഞാൻ ഭയങ്കര ഓക്കെ ആയിരുന്നു. അപ്പൊ ഒന്നും സംസാരിക്കാനൊന്നും ഇല്ലല്ലോ പൂച്ചനായിട്ട്. ഞാൻ ഫുഡ് വരെ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് അതായത് നമ്മള് വെറുതെ ഇരിക്കുമ്പോ ഞാന് പിന്നെ എന്റെ മാതിരി അത്ര സോഷ്യലൈസ് ചെയ്യുന്ന ആളുമല്ല. വെറുതെ ഒരാടുത്ത് പോയിട്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ അങ്ങനെ ഒറ്റക്കാണ് അങ്ങനെ ഇരിക്കുക ഓക്കെ എന്നുള്ള. എന്റെ അടുത്ത ആള് വന്നാ ഓക്കെ ഞാൻ സംസാരിക്കുക, അതല്ലാതെ അങ്ങോട്ട് പോയിട്ട് ഹിറ്റ് ചെയ്യുന്ന ആളല്ല. അപ്പൊ ആ പൂച്ച മാത്രം എന്റെ അടുത്തേക്ക് വരുള്ളൂ. പൂച്ചനായിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി അപ്പൊ ദുബായിലുള്ള എന്റെ ബോറടിന്റെ മെയിൻ മാറ്റാനുള്ള കാരണം പൂച്ച ആ പാർക്കുമായിരുന്നു. ഞാൻ ടാർസൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് എഡിറ്റ് ചെയ്തിട്ട് ടാർസൻ എന്ന് പേരിട്ട് അതിന്റെ ചാട്ടം കണ്ടിട്ടാ. ഫസ്റ്റ് തന്നെ ചാട്ടം കണ്ട് ഞാൻ ആക്ച്വലി നമ്മള് സ്കേഡ് ആവല്ലോ പെട്ടെന്ന്. പേടിച്ചല്ല, നമ്മള് ഞെട്ടല്ലോ ഒരു ആനിമൽ അടുത്തേക്ക് വരുമ്പോ. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞു. ശരിക്കും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ക്രിയേറ്റീവ് ടൈം ശരിക്കും വേണം. അതില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് സൈക്കോളജിക്കലി അല്ലെങ്കിൽ മെന്റലി ഒക്കെ ഭയങ്കര
പക്ഷെ ക്രിയേറ്റീവ് ടൈം ഇപ്പൊ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ ആ ക്രിയേറ്റീവ് ആയിട്ട് യൂസ് യൂസ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. കാര്യം ഇപ്പൊ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടാവും ബോൺസായി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഒരു മൊബൈലിൽ നിന്ന് വിട്ടിട്ട് ഒരു കുറെ ടൈം ഒന്നും അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോ എന്തെങ്കിലും ടിക്സ് വന്നു കഴിഞ്ഞാൽ വെട്ടി കൊടുക്കേണ്ടി വരും. അപ്പൊ ബോൺസായി ഉണ്ടാക്കാൻ എനിക്ക് അറിയൊന്നുമില്ല. പക്ഷെ അത് ട്രൈ ചെയ്യുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു രസമാണ്. അപ്പൊ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറയും ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഓരോ ഭ്രാന്ത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോ ഇത് 3 കൊല്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല. ചിലപ്പോ ഒരു 6 മാസമൊക്കെ ചെയ്യുള്ളൂ. അതിന്റെ പിന്നാലെ നടക്കാൻ ഒരു സാധനം ഉണ്ട് എന്നുള്ള എന്ന് രീതിയിൽ, വെച്ചാൽ അതായത് നമ്മൾ ആ ഒരു ഡിസ്കണക്ട് ആവാ time ഡിജിറ്റൽ വേൾഡ്. disconnect ചെയ്തിട്ട് വേറൊരു ഇതിലേക്ക് പോവാന്നുള്ളത് ഒരു രസമാണ്. അപ്പൊ ഞാൻ അധികം അങ്ങനെ ടൈം കണ്ടെത്താൻ ഇപ്പൊ ഞാൻ ശ്രമിക്കലുണ്ട്. ആദ്യം എന്തായാലും ആവട്ടെ എന്നുള്ളൊരു സാധനമായിരുന്നു. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ നിൽക്കുമ്പോ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും, ചിന്തിക്കും. മറ്റേത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന് ഞാൻ പറഞ്ഞില്ല, മെയിൻ ഇൻസ്റ്റാഗ്രാമിലെ ഡിജിറ്റൽ മീഡിയന്റെ എല്ലാത്തിന്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിൽ മാത്രം നമ്മളെ ലോക്ക് ചെയ്യും. ഉദാഹരണത്തിന് നമ്മളിപ്പോ ജിമ്മിനും ഉണ്ട്. അപ്പോ അൽഗോരിതം സെറ്റ് ചെയ്ത് ആൽഗോരിതം നമ്മള് ജിമ്മിന് പോണ കാര്യങ്ങളും ഇത് മാത്രമായിരിക്കും. നമ്മള് വേറെ എന്തിനേക്ക് തിങ്ക് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അത് ഈവൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മൊത്തം കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇപ്പൊ ക്രോം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ന്യൂസ് വരും. അപ്പൊ ന്യൂസും അത് റിലേറ്റഡ് ആയിരിക്കും. ഡിജിറ്റൽ മീഡിയന്റെ വിഷയം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അത് നല്ല രീതിയിൽ ഇപ്പൊ ഞാന് കുറച്ചു മുന്നേ എനിക്ക് തോന്നുന്നു 2 വർഷം ആയിണ്ടാവും മിനിമം. ഒരു ആപ്പ് ഞാനാണോ എനിക്ക് തോന്നുന്നു ഹാഫിസ് ആണോ എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരാള് കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സജസ്റ്റ് ചെയ്തതാണ്. സ്ലോലി എന്നാണ് ആപ്പിന്റെ പേര്. സ്ലോലി ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി ലെറ്റേഴ്സ് അയക്കുക. അതായത് നമുക്ക് സ്ട്രേഞ്ചേഴ്സിന് ലെറ്റേഴ്സ് അയക്കുക ഇൻ ദ സെൻസ് മെസ്സേജ് ആയിരിക്കും, പക്ഷെ ഒരു ലെറ്റർ ഫോർമാറ്റ്. അതിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ലെറ്റർ അയക്കുന്ന പോലാണ്. അപ്പൊ ലെറ്റർ അയച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മെസ്സേജ് അയക്കുന്ന ലെറ്റർ അയക്കുന്ന വ്യത്യാസമൊന്നും ഇല്ലല്ലോ. പക്ഷെ അതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല് ആപ്പിന്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന മാതിരി ഇപ്പൊ നീ അമേരിക്കയിലുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഞാൻ ലെറ്റർ അയക്കുമ്പോ ജനറലി നമ്മള് ഒരു ലെറ്റർ അയച്ചാൽ അവിടെ എത്ര സമയം എടുക്കും എത്താന്? അമേരിക്കയിലേക്ക് ഒരു ലെറ്റർ അയച്ചാൽ ഒരാഴ്ച അറ്റ്ലീസ്റ്റ് എടുക്കണം. അറിയില്ല, നമ്മൾ അയക്കാത്ത ആൾക്കാരായ, പക്ഷെ എന്നാലും ഏകദേശം അത്ര ടൈം എടുക്കും. ഇപ്പൊ പോട്ടെ UAE-ലേക്ക് ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ 3-4 ദിവസം എടുക്കൂലേ? ആ ടൈം എടുക്കൂ. അതായത് ഞാനിപ്പോ ലെറ്റർ അയച്ചാൽ 3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അതായത് ഞാനിപ്പോ ഇന്ന് പറഞ്ഞ സ്റ്റോറി ആണെങ്കിൽ അത് 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ സ്റ്റോറി. അതെ, എനിക്ക് എന്റെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം, ബയോ ഒക്കെ വെച്ച്. അതായത് പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവില്ല, ഒരു കാർട്ടൂൺ ഇതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് ബയോ സെറ്റ് ചെയ്യാം, എന്റെ ടേസ്റ്റ് ഇൻട്രസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഓരോരുത്തരെ കിട്ടും, ഓരോ മാച്ചസ് കിട്ടും. അതായത് നമുക്ക് നമ്മളെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അത് മെയിൽ ആയിരിക്കാം, ഫീമെയിൽ ആയിരിക്കാം. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാല് അത് പല കൺട്രീസിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇതേമാതിരി ഒരു ലൂക്കാസ് എന്ന് പറഞ്ഞ അർജന്റീനയിലുള്ള ഒരാളായിട്ട് കാണാം. അതായത് ഇതിന്റെ ഒരു ഹൈ എന്താ വെച്ചാൽ നമ്മളടുത്ത ലെറ്ററിനായിട്ട് വെയിറ്റ് ചെയ്യും. നമുക്ക് മെസ്സേജ് ആകുമ്പോൾ കാരണം നമുക്ക് മെസ്സേജ് ആകുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് റിപ്ലൈ, അല്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം ഡിലേ ആയാലും ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അത്രയും ടൈം എടുക്കും. ഇപ്പൊ നമ്മളൊരു ലെറ്റർ എഴുതി കഴിഞ്ഞാല് മെസ്സേജ് ആകുമ്പോൾ ഇൻസ്റ്റന്റ് എന്തുവാണ് നമുക്ക് ചോദിച്ചാൽ ഇൻസ്റ്റന്റ് റിപ്ലൈ ഇട്ടല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് നീ അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞാൻ സുഖമാണ്, നിങ്ങളും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം. കാരണം അവിടുന്ന് ഒരാൾ സുഖാണെന്ന് പറഞ്ഞ ഇവിടെ എത്താൻ 5-6 ദിവസം എടുക്കും. അപ്പൊ നിങ്ങളും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ കോൺവെർസേഷൻ അവിടെ കത്ത് വായിക്കുമ്പോൾ പാസ്റ്റിലേക്ക് നമ്മൾ പോകും. അപ്പൊ അത് എനിക്ക് ഭയങ്കര, ആ സമയത്ത് ഞാനും ഓഫീസ് കുറെ അതിനകത്ത് ഇതായിട്ട്, പിന്നെ ഭയങ്കര ഒരു രസമാണത്. ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച, അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കും ലെറ്റർ അറൈവിംഗ് ഇൻ 3 days 2 days എന്നൊക്കെ പറഞ്ഞിട്ട്. വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, യു ഹാവ് കറന്റ്ലി നോ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ അയച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണിക്കും ലെറ്റർ ഇസ് അറൈവിംഗ് ഇൻ 2 days എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര രസമായിരിക്കും. എപ്പോഴും ഹ്യൂമൻ നേച്ചറാ, വെയിറ്റ് ചെയ്യുമ്പോ ഒരു രസമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാകുമ്പോ വെയിറ്റ് ചെയ്യുമ്പോ ഒരു രസമാണ്. അതിനൊരു എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഫീൽ ചെയ്യുമ്പോ ഒരു ഭയങ്കര രസമുള്ള ഒരു സാധനം. അതൊരു ടൈപ്പ് ഓഫ് ബോർഡം മാറ്റാൻ വേണ്ടിട്ട് ആൾക്കാർ കണ്ടെത്തുന്ന ഒരു സാധനം. അല്ല, ബോർഡം ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ബോർഡങ്ങളും നിങ്ങള് ഞാൻ എന്നോടും കൂടെ ആയിട്ട് പറയാണ്, ബോർഡ് അങ്ങനെ മാറ്റേണ്ട സാധനമല്ല. നിങ്ങൾ ഒബ്സർവ് ചെയ്യും, നിങ്ങൾ ആൾക്കാരെ ഒബ്സർവ് ചെയ്യും, നിങ്ങൾ പുറത്തുനിന്ന് നടക്കണം. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഓഫീസിലെ ഫിൻഷന്റെ കൊളീഗ് ഉണ്ട്, ഫിൻഷ എന്ന് പറഞ്ഞിട്ട്. ഫിൻഷ ഇങ്ങനെ പെട്ടെന്ന് നമ്മളെന്തോ കോൺവെർസേഷന്റെ ഇടയിൽ എന്നോട് പറഞ്ഞ്, ഇപ്പൊ നാട്ടില് കാക്കകളൊന്നും ഇല്ല, അങ്ങനെ കാക്കനൊന്നും കാണാനില്ല. ഞാൻ ആലോചിച്ചു, ഞാനൊരു കാക്കനെ കണ്ടിട്ട് എത്ര കാലമായി, ഞാൻ ശ്രദ്ധിക്കാത്തോണ്ട്. അതായത് പിന്നീട് ഞാൻ വീട്ടിൽ നിന്ന് ലിറ്ററലി ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ശ്രദ്ധിച്ച് കാക്ക ഉണ്ടോ, കാക്കന്റെ സൗണ്ട് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാക്കനെ
ശ്രദ്ധിക്കുന്നില്ല. പണ്ട് ഫുഡ് കൊടുക്കുന്ന തന്നെ കാക്കനെ കാണിച്ചിട്ട് അതെ പൂച്ചനെ അതായത് വീടിന്റെ മുന്നിൽ എന്തെങ്കിലും ഉമ്മറത്ത് വീടിന്റെ പുറത്ത് വരുത്തിട്ടാണല്ലോ ഫുഡൊക്കെ നേരത്തെ വീട്ടിൽ നിന്ന്. അതെ. കാക്കനെ കാണിച്ചുതരാം, ഇല അണങ്ങുന്ന ഓല അണങ്ങുന്ന കാണിച്ചുതരാം, അങ്ങനത്തെ സാധനങ്ങൾ കാണിച്ചു തരാം. എനിക്കൊക്കെ ഫുഡ് വരെ തന്നിരുന്നത്. എനിക്ക് ലിറ്ററലി കാക്കനെ അതായത് കണ്ടൊരു ഓർമ്മ ഇല്ല. ഞാൻ അപ്പം തന്നെ ഞാൻ ചിന്തിച്ച് ശരിയാണല്ലോ, കാക്കനെ കണ്ടിട്ട് ഇത്ര കാലായി. പിന്നാണ് ഞാൻ നോക്കുന്നത്. ശരി, കാക്ക എവിടെയും പോയിട്ടില്ല, കാക്ക അവിടെ ഉണ്ട്. നമ്മളെ മൈൻഡാണ് പോണത്. നമ്മള് ഫാന്റെ ശബ്ദം നമ്മൾ ഉറങ്ങുമ്പോ നമ്മള് ഫാന്റെ ശബ്ദം ശ്രദ്ധിക്കൂല. എന്തുകൊണ്ടാ? നമ്മളത് കേട്ട് 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 നമ്മുടെ ബ്രെയിനിന് ഒരു കഴിവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രെയിനിന് അറിയാം ഏത് ശബ്ദത്തിനെ ട്രാക്ക് ചെയ്യണം, ട്രാക്ക് ചെയ്യേണ്ടെന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ ഇത് കുറെ കാലം കേട്ടുകൊണ്ട് ബ്രെയിൻ അറിയാം ഇത് വലിയ ഇമ്പോർട്ടൻസ് ആണെന്നല്ല. പക്ഷെ വേറൊരു ഒച്ച കേൾക്കുമ്പോൾ അത് ബ്രെയിൻ അറിയാത്തപ്പോൾ നമ്മളത് കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ ഈ സെയിം സാധനം തന്നെയാണ് ഈ കാക്കന്റെ സീനൊക്കെ. കാക്കന്റെ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും കാണാത്ത എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇഷ്യൂനുണ്ടാ. ഈ മറ്റേത് പറഞ്ഞതിന്റെ എനിക്ക് ഉറങ്ങുമ്പോ സൗണ്ട് നിർബന്ധം എന്ന് പറഞ്ഞാല് നീ പറഞ്ഞ പോലെ നമുക്ക് ഫാൻ ഉള്ളപ്പോ ഫാന്റെ സൗണ്ട് നമ്മൾ അറിയില്ല. പക്ഷെ ഫാൻ ഇല്ലാത്ത ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി കിടന്നാലേ നമുക്ക് ഫാന്റെ സൗണ്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അപ്പൊ ഞാൻ 4 മാസം കഴിഞ്ഞപ്പോ എന്റെ കസിന്റെ അടുത്ത് പോയി നിന്ന്. അവിടെ പോയിരുന്നപ്പോ ഞാനൊരു ഹോളാണ് ആക്ച്വലി. അപ്പൊ അവിടുത്തെ എ സിന്നും കൂളിംഗ് മാത്രമേ വരുള്ളൂ. സാധാരണ എ സിന്ന് ഒരു സൗണ്ട് എങ്കിലും ഉണ്ടാവല്ലോ. ഈ എ സിന്നും കൂളിംഗ് മാത്രമേ ഉള്ളൂ. ഉള്ളിലെ ഫാൻ ഇല്ലാത്ത പോലത്തെ ഒരു എ സി ആണ്. പക്ഷെ തണുപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞില്ല സൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാ. എനിക്ക് ഉറക്ക് തീരെ കിട്ടൂല. അതുപോലെ വെല്ലായതുകൊണ്ട് സൈഡിൽ റോഡാണ്. അപ്പൊ അതിലെ വണ്ടി പോകുന്നതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കും. അപ്പൊ ഈ ഉറങ്ങുമ്പോ ഇതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പൊ ഞാൻ എന്താ ചെയ്യല വെച്ചാല്, ഞാൻ ഫോണില് പാട്ടക്കൂല, ഞാൻ ഫോണില് ഫാന്റെ സൗണ്ട് ഫാൻ അടിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സ്ലീപ്പർ ഇടും. ഒരു 1 hour സ്ലീപ്പർ ഇട്ടിട്ട് വെക്കും. അതായത് ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, അറിയില്ല പിന്നെ. അപ്പൊ 1 hour സ്ലീപ്പർ ഇട്ടിട്ട് ഒന്നെങ്കിൽ ഫാന്റെ സൗണ്ട് അല്ലെങ്കിൽ റെയിൻ സൗണ്ട്, ഈ 2-3, അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇവര് 5 മണിക്കോ 6 മണിക്കേറ്റാണ് ഇവര് വർക്കിന് പോവാ. ഇവര് വർക്കിന് പോകുന്ന സമയത്ത് ഉണ്ടാവും ചില സമയത്ത് ഞാൻ ഈ സ്ലീപ്പർ വെക്കാൻ, അതായത് സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ലല്ലോ, നമ്മള് മാനുവലി എല്ലാ വീഡിയോ എടുത്താലും അത് വെക്കണം. ചില സമയത്ത് എനിക്ക് അത് മറന്നു. അപ്പൊ രാവിലെ ഇവര് പോകുമ്പോ ഉണ്ടാവും ഈ മഴയൊക്കെ പെയ്യുന്ന സൗണ്ട്. ഇവര് വിചാരിക്കും റോട്ടിൽ മഴ പെയ്യുന്നുണ്ടാവും. നോക്കുമ്പോ പിന്നീടാ മനസ്സിലായത് ഞാൻ ഈ സൗണ്ട് വെക്കുന്നുള്ളത്. അപ്പൊ എനിക്കത് ഭയങ്കര പ്രശ്നമായി. അതായത് എന്ത് സൗണ്ടും കേൾക്കും. വീട്ടിൽ തൊട്ടപ്പുറത്തെ വില്ലയിൽ ഒരു പാത്രം വീണാ വരെ കേൾക്കും, സൈലൻസ് ഉള്ള സമയത്ത്. കാരണം രാത്രി വേറെ ഒന്നും വർക്കിംഗ് അല്ലല്ലോ. അതെ, ഇതാ പറഞ്ഞ ചില സാധനങ്ങൾ നമ്മള് എപ്പോഴും ചെയ്യുന്നോണ്ട് നമുക്കത് നോർമലൈസ്ഡ് ആയി പോയതാ. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കില്ല. നമ്മളാ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് ഈ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബോർ അടിക്കുമ്പോഴേ നമ്മള് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുള്ളൂ. ബോർ അടിക്കുന്നത് നല്ലതാണ്, അത് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പത്തെ കുട്ടികൾ എന്തായാലും ബോറടിക്കുന്നില്ല. ബോറടിക്കുന്ന സിറ്റുവേഷൻ ഒരിക്കലും വരുന്നില്ല. അതിന് നമ്മള് പാരന്റ്സോ അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ് ആയില്ല, നമ്മള് എൽഡേഴ്സ് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുമില്ല. ഒരു ട്വിറ്ററിൽ ഞാനൊരു വീഡിയോ കണ്ടതാണ് ഇതേപോലെ. ഒബ്സർവ് എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു വീഡിയോ ഇട്ടതാണ്. അതായത് ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു, ഒരു വെയിലൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്, ഒരു പാലാണ്, ബ്രിഡ്ജാണ്. അതിന് മേലെ കൂടെ ട്രെയിൻ പോകുന്നു. അപ്പൊ ആ ട്രെയിൻ പോകുന്ന സമയത്ത് ട്രെയിനിന്റെ ഓരോരോ ബോഗിന്റെ ഗ്യാപ്പ് ഉണ്ടാവല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ ഷാഡോ വരുന്നു. അതായത് ലൈറ്റ് ആണ്. ആ ലൈറ്റ് എന്നിട്ട് പുഴയിലേക്ക് ഇങ്ങനെ വേറെന്തോ ഒരു മരത്തിന്റെ തടിയൊക്കെ വീഴുന്ന പോലെ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഫസ്റ്റ് റെയിൻ ഉണ്ടല്ലോ, ഫസ്റ്റ് റെയിൻ റോഡിൽ വരുമ്പോ സ്മെല്ല് ഓക്കെ, അത് മണ്ണിന്റെ സ്മെല്ല് ഇട്ടു. ഈ ഫസ്റ്റ് റെയിൻ റോഡിൽ വീഴുമ്പോ ആ ഡ്രോപ്സ് ആക്ച്വലി റോഡ് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അത് ഒരു ഭയങ്കര ഒരു തിളങ്ങുന്ന എന്തോ സാധനം പോലെ, ഈ ഡയമണ്ട്സ് ഒക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ട പോലത്തെ അങ്ങനത്തെ ഒരു വിഷ്വല്. അങ്ങനത്തെ കുറെ വിഷ്വൽസ്, അതായത് ഒബ്സർവ് ചെയ്താൽ കിട്ടുന്ന, അതായത് ഡിജിറ്റൽ വേൾഡിൽ നിന്നും പുറത്തേക്ക് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്താൽ കിട്ടുന്ന കുറച്ച് വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ട് അയാൾ പോസ്റ്റ് ചെയ്തതാണ്. ഭയങ്കര ഭംഗി കാണാൻ ഓരോ സാധനങ്ങളും. ഒരു ഷാഡോ ഉണ്ട് ഇതേപോലെ, ഒരു മോളിന്റെ ഉള്ളില് എസ്കലേറ്ററിൽ ഷാഡോ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ, ഏതോ ഒരു വിൻഡോന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് വരാണ്. പക്ഷെ 2-3 എസ്കലേറ്ററിലും ഉള്ളു, അത് സ്റ്റെപ്പിലും ഉള്ളത്. അപ്പൊ അതിലെങ്ങനെ എസ്കലേറ്റർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കറങ്ങുന്നതിനനുസരിച്ചിട്ട് അത് ഇങ്ങനെ കേറുന്ന പോലെ സ്റ്റെപ്പ്. അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടി അത് കാണാൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കാണൂല. ഞാന് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഫോൺ അല്ലാതെ വേറെ സ്ഥലത്ത് ഒരു പോസ്റ്റ് ആയ ഫോൺ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കൂല. അത് ഞാൻ ആ വീഡിയോ കണ്ടതിന്റെ ശേഷം ഞാൻ തീരുമാനിച്ചത്, ഇനി എവിടെയെങ്കിലൊക്കെ പോസ്റ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യണം. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും ചുറ്റും നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒബ്സർവ് ചെയ്യണം എന്നുള്ളത് ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. അപ്പൊ അത് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോറടിക്കണം. അതല്ലാതെ നമ്മൾ എൻഗേജ് അയക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പോകില്ലല്ലോ.
ഒബ്സർവ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നത്, ചെയ്യുന്നുള്ളത്. എന്തൊക്കെ സംസാരിക്കുന്നത് ഒക്കെ അതപ്പോ നല്ലതാണ്. ഞാൻ ടെഡ് ടോക്സ് എന്ന് പറഞ്ഞ ടോക്കില് ഹൗ ഹൗ ടു ടോക്ക് ടു എ പേഴ്സൺ 7 സ്റ്റെപ്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സംഭവം. അപ്പൊ അതില് ഞാൻ പഠിച്ചിട്ട് ഞാൻ ചില സാധനങ്ങൾ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ ഇവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് യു ഗോ ആൻഡ് ടോക്ക്. പിന്നെ ഒരാളായിട്ട് കണക്റ്റഡ് ആവണമെങ്കിൽ വെച്ച് കഴിഞ്ഞാല് ടോക്ക് പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്റെ വീട് എവിടാന്നല്ല, മീൻസ് റാദർ ദാൻ നമ്മൾ ഒരാളെ ഒരു കോംപ്ലിമെന്റ് ചെയ്ത് അയാളോട് നിങ്ങള് എന്താ ചെയ്യണേ അങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾ വേഗം കണക്റ്റഡ് ആവും. പിന്നെ ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് എപ്പോഴും വിഷയം. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേറൊരാളടുത്തും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഞാൻ ഒരു പ്രാവശ്യം അതിനൊരു ഇൻട്രോവേർട്ടാന്ന് പറയുന്നത് അത് ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട് വേറെ കാര്യം. അപ്പോ ഞാൻ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോ നമുക്ക് ഓരോന്നും കുറെ കാര്യങ്ങൾ കിട്ടും. ഒന്ന് ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു ഇതില് കണ്ട കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇല്ലേ, ബിഗ് ബോസ് കാണുമ്പോൾ ചില ആൾക്കാർ പറയും ബിഗ് ബോസ് എന്താ കാണുന്ന ഒരു സാധനം പറയും. എനിക്ക് തന്നെ മിന്നറ്റാ പറയണോ മിന്ത ഫുഡ്. ഓന്റെ ഒരു ഇതിൽ ഓൻ പറയുന്നുണ്ട്, ഒരു പോഡ്കാസ്റ്റിൽ പോയ സമയത്ത് മിന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് കുറെ ആളുകളുടെ എന്താ പറയാ സൈക്കോളജിക്കൽ സാധനങ്ങൾ അല്ലെങ്കിൽ മെന്റൽ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വെച്ചാല് ഇനിയിപ്പോ പറഞ്ഞ പോലെ ഒരു 1 hour ഫോൺ ഉപയോഗിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഒരു അവസ്ഥ. അതേപോലെ ഇവര് 100 ദിവസം ഒരു വീട്ടിനുള്ളിൽ നിൽക്കുമ്പോൾ അവർക്ക് അതെ ഇവർക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് കാണുന്ന ആൾക്കാരെല്ലാം പിന്നെ കാണുന്നത് ഒരു അഭിനയിക്കുകയാണെന്നൊക്കെ ചില സമയത്ത് നമുക്ക് ഞാൻ പറയണ ചിലപ്പോ എനിക്ക് എന്താ അറിയില്ല, പക്ഷെ അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്തു. വെച്ചാല് ഇവര് ആ ഒരു 100 days എത്തുമ്പോഴത്തേക്കും ഇവരെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ ഇവർ അറിയാതെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ ചില സമയത്ത് ചൂടാവുന്നത് റിയലി ചൂടാ. കാരണം എന്താ ഫുഡ് കിട്ടുന്നില്ല, അങ്ങനെ ആവണം. ഇവർക്ക് ഇവരോട് മാത്രമേ സംസാരിക്കാനുള്ളൂ, ഇവരെ മാത്രമേ കാണൂ. അപ്പോ എസ്കേപ്പ് ഇല്ല. അപ്പൊ ഇതേപോലത്തെ കാര്യങ്ങള് ശരിക്കും പറഞ്ഞ നമ്മളെല്ലാരും ലോകത്തിലാ നിൽക്കണേ, ഒരു ക്ലോസ്ഡ് അല്ല. ശരിക്കും ബിഗ് ബോസ് ഒരു ഹൗസാ, അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞ ലോകം ഒരു ഏർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സ്പേസാ. ഇതിന്റെ ഉള്ളില് ഇത്രയും ആൾക്കാരുണ്ട്. ഈ ഓരോ ആൾക്കാർ ഓരോ സമയത്ത് ഓരോ ചേഞ്ചസ് വരുത്തും. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒബ്സർവ് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഫുഡ് കഴിക്കണേ, ചില ആൾക്കാർ ഫുഡ് കഴിക്കുമ്പോൾ സ്പൂൺ കൊണ്ടാക്കി കഴിക്കുക, ചില ആൾക്കാർ കൈ കൊണ്ട് കഴിക്കുക, ചില ആൾക്കാർ സ്പീഡിലാണ് കഴിക്കുക. ഫുഡ് കഴിക്കുന്ന പറയുമ്പോ ഞാൻ ഓഫീസില് ലഞ്ചിന് ആ സമയത്ത് ഞാൻ പുറത്തൊരു ഷോപ്പിൽ നിന്ന് എപ്പോഴും ഫുഡ് കഴിക്കല്. അപ്പൊ അവിടെ ഇതുപോലെ ഞാൻ പോകുന്ന സമയമായാലും ഒരാൾ വരും, അയാള് ഫുഡ് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതായത് എന്റെ ഒരു പരിചയത്തില് നല്ല ഞാൻ അങ്ങനെ കാണലില്ല. ഉരുട്ടി ചോറ് കഴിക്കാൻ പണ്ട് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ ഞാന് കാരണം എന്റെ വീട്ടിൽ അങ്ങനെ ആരും കഴിക്കില്ല, അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ള ആൾക്കാർ അങ്ങനെ ആരും കഴിക്കില്ല. അപ്പൊ ഇയാള് ഭക്ഷണം കഴിക്കുന്ന കണ്ടന്നെ ശരിക്കും അപ്പൊ ചോറ് കഴിക്കാൻ തോന്നും. അതെ, ഭയങ്കര ഉരുട്ടി പറയും ചില സമയത്ത് ഞാൻ നമ്മള് കഴിക്കുമ്പോ ആ സ്മെല്ലും ഇതുകൊണ്ടല്ലോ തിന്നണ കണ്ടപ്പോ പറയാം. നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴേ കാണുള്ളൂ. അല്ലാതെ വെറുതെ അപ്പൊ നമ്മള് ആ സമയത്ത് ഞാൻ ഫോണ് കളിക്കാൻ ഇതൊന്നും ഞാൻ കാണില്ല. അപ്പൊ ഫോണ് വേണം. അതുകൊണ്ട് സോഷ്യലൈസേഷൻ കുറെ കുറഞ്ഞു സമയത്ത്. സോഷ്യലൈസേഷൻ ഡിജിറ്റലി ത്രൂ ആയി, അത് പോയി. അത് നല്ലതാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് കംഫർട്ടബിൾ അല്ല. ഇപ്പൊ എനിക്കത് ഓക്കെ, നീ ഒരാളടുത്ത് പോയി ഹിറ്റ് ചെയ്യും, പക്ഷെ എനിക്കത് ഞാനത് കംഫർട്ടബിൾ അല്ല ഒരിക്കലും. അറ്റ്ലീസ്റ്റ് നമ്മൾ അവരെ അല്ല, എന്റെ അടുത്ത് ഒരാൾ സംസാരിക്കാൻ വന്നാൽ ഞാൻ ഓക്കെയാണ്, ഞാൻ സംസാരിക്കും, ഞാൻ അയാളെ അവോയ്ഡ് ചെയ്യാൻ നോക്കൂല. ഇതാ മതി. ചില ആൾക്കാര് ഞാൻ പറയാ ഓരോ ആളുകളെ പക്ഷെ ഇപ്പൊ കൂടുതൽ ആളുകൾ ഇൻട്രോവേർട്ട് ആവാനുള്ള റീസൺ എന്തുകൊണ്ടാ വെച്ചാൽ ഇതുകൊണ്ടാ. ഇപ്പൊ ഞാൻ പറയാ ഒരാൾ ചിലപ്പോ മൊബൈലില് നന്നായിട്ട് ഇപ്പൊ നന്നായിട്ട് വർത്തമാനം പറയുണ്ടാവും, പക്ഷെ നേരിട്ട് ഓനെ പോയി കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്നു. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണത് മൊബൈലിലൂടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണ ഡിഫറെന്റ്. ഒരാളെ നേരിട്ട് കണ്ടിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാല് വിഷയം. കാരണം നമുക്കൊരാളെ കണ്ണും ഒരു പരിധി വരെ ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ വന്നു മുഖത്തൊക്കെ. അപ്പൊ ആ ഒരു സാധനം നമ്മൾ ശരിക്കും പഠിക്കണം. കാരണം എന്താ വെച്ചാൽ ഭാവിയിൽ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ പറയണ യൂസ്ഫുൾ എന്ന് ഉദ്ദേശിക്കുക എന്താ വെച്ച് കഴിഞ്ഞാല് ഇമോഷൻസ് ഒരിക്കലും നമ്മള് ഉള്ളിൽ പിടിച്ചേക്കേണ്ട ഒരു സാധനമല്ല. ഇപ്പൊ കരയാൻ തോന്നി കഴിഞ്ഞാൽ മറ്റേ ഇതിൽ പറഞ്ഞ കരയാൻ തോന്നുന്നുണ്ടോ, ചിരിക്കാൻ തോന്നുന്നുണ്ടോ ചിരിക്കണം. ഇപ്പൊ ഒരു നടൻ പറയുന്നുണ്ട്, നിങ്ങള് ഈ ഒരു സംഭവം ചിരിക്കണ സമയത്ത് ചിരിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബാഡ്ലി നിങ്ങളുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. കരയേണ്ട സമയത്ത് കരയില്ലെങ്കിലും ഇതേപോലെ ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യം പിടിക്കും. ഇപ്പൊ ചില ആൾക്കാരുടെ ദേഷ്യം, ഇപ്പൊ ഞാൻ പൊതുവെ ഞാൻ ദേഷ്യം പിടിക്കാൻ തോന്നിയാൽ അപ്പൊ ദേഷ്യം പിടിക്കും. ആ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നാളെ ഞാൻ ആ ദേഷ്യം കൊണ്ടെടുക്കില്ല. ചില ആൾക്കാർ ദേഷ്യം പിടിച്ചത് ആക്ട് ചെയ്യില്ല, പക്ഷെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇതാണ്. അപ്പൊ ബോർഡം ഒരു രീതിയിൽ നല്ലതാണ്.
പക്ഷെ ആ ബോർഡം വരുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല ഒബ്സർവ് എന്നല്ല, അല്ല വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് useful ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ. ഇനിയിപ്പോ അത് ഞാൻ പറയില്ല, യൂസ്ഫുൾ ആയില്ലെങ്കിലും നിങ്ങള് happy ആയാ മതി. അതെ അതെ. അത്ര ഞാൻ എന്നുവെച്ചാല് പറഞ്ഞില്ലേ, ടൈം മൊബൈൽ കളിച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അതെ. അത് പിന്നെ ബോറല്ല. അതാ ഞാൻ പറഞ്ഞത്, ടൈം യു എൻജോയ് ബീങ് അതെ. വേസ്റ്റഡ് ഇസ് നോട്ട് ആക്ച്വലി വേസ്റ്റഡ് എന്ന് അതെ. പറഞ്ഞ മാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻജോയ് സമയം- ചെയ്യാം. ഇനിയിപ്പോ ഫോൺ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആർക്കാ പ്രശ്നം? അതെ. അതൊക്കെ പ്രശ്നമൊന്നുമില്ല. അതെ. നമ്മള് ബോറടി എന്നുള്ള സാധനം വിട്ടുപോകുന്ന ഒരു കലാരൂപമായി മാറുന്നോണ്ട് നമ്മൾ അതിനെ പറ്റി സംസാരിക്കാന്ന് വിചാരിച്ചതാണ്. അപ്പോ വീഡിയോ ആയിട്ട് ഇനി കൺസിസ്റ്റന്റ്ലി വരും. ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായോണ്ട് ഇനിയും പറയാൻ പറ്റില്ല. ഇൻഷാ അള്ളാണ്. അതെ. പറ്റാണെങ്കിൽ നമ്മൾ എന്തായാലും വീക്കിലി ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. അതെ. ഇതേപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ രണ്ടാളും ഓക്കെ ആവണം. അപ്പൊ എനിക്ക് എന്താ ശബ്ദത്തിന് പ്രശ്നം വന്ന് ഓൻ ഓക്കെ ആയിരിക്കും. അതായത് ചില അതാണ്. സമയത്ത് നമ്മൾ തന്നെ പറയും, ചില സമയത്ത് ഓഫീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര തലവേദന അങ്ങനത്തെ മൂഡൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഓക്കെ ആണെങ്കിൽ മാത്രം വീഡിയോ എടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ ആ വീഡിയോയിൽ എഫക്ട് ചെയ്യും. പിന്നെ അത് കാണുന്നവർക്ക് അത് ഫീൽ ചെയ്യും. പിന്നെ ആദ്യമൊക്കെ ഫീഡ്ബാക്സ് കുറെ വന്നിരുന്നു. വന്നൊക്കെ നല്ല ഫീഡ്ബാക്സ് തന്നെയാണ്. കുറെ സജഷൻസും വന്നിരുന്നു. അപ്പോ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എപ്പോഴും വരുന്നുണ്ട്. അതൊക്കെ സന്തോഷം. പറഞ്ഞ വീഡിയോ നിർത്തിയപ്പോ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്നത് ആക്ച്വലി ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു റിപ്ലൈ ആണ്. നല്ലൊരു ഇതാണ് ആക്ച്വലി. ആ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുമ്പോ ഒരു വീഡിയോ ഒക്കെ ആൾക്കാര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.